തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ഒരു മരണം കൂടി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി പ്രവീൺ മരിച്ചു. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അബ്ദുൾ റഹീമുണ്ട് ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. റഹീം, വീണ്ടും സങ്കടകരമായ നിമിഷങ്ങളിലേക്കാണ്. എന്താണ് വിവരം? അരുണ്യ, അല്പസമയം മുമ്പാണ് പ്രവീണിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. പ്രവീൺ വെന്റിലേറ്ററിലായിരുന്നു. അതായത് ബേൺ ICUവിൽ 2 പേരാണ് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്നത്. ഒന്ന് ഈ പടക്കശാല ഉടമ അല്ലെങ്കിൽ അതിൻ്റെ ഉടമയായിരുന്ന അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടായിരുന്ന സതീഷ്, ഒപ്പം തന്നെ പ്രവീൺ അവിടുത്തെ തൊഴിലാളിയായിരുന്നു. ഇങ്ങനെ 2 പേരാണ് വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നതിൽ പ്രവീണിൻ്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് പ്രവീൺ. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത്. പ്രവീൺ ഏകദേശം 90% പൊള്ളലേറ്റിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്നിരുന്ന വിവരം. അത് അത്ര കണ്ട് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് പ്രവീൺ നേരിട്ടിരുന്നു. ശസ്ത്രക്രിയ, അതായത് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ഒരാളുടെ ശസ്ത്രക്രിയ നേരത്തെ നടത്തിയത് പ്രവീണിനായിരുന്നു. അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെ ശസ്ത്രക്രിയ നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാരടക്കമുള്ളവർ പറയുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. ചികിത്സയിലുണ്ടായിരുന്ന ഒരാൾ കൂടി മരണപ്പെട്ടു. ഇതോടെ ഇതുവരെ ഈ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 14ആയി ഉയർന്നിട്ടുണ്ട്. കൂടാതെ ആ സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോഴും ഏതാണ്ട് ശരീരാവശിഷ്ടങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ തന്നെയും ഈ പറയുന്നത് പോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഏകദേശം 4 പേർ അവർ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് സുരേഷ്, ഇപ്പോൾ അദ്ദേഹം കാഞ്ഞിരക്കോട് ആണ് താമസിക്കുന്നത്, തെക്കേക്കര സ്വദേശിയാണ്. കൂടാതെ അഭിജിത്ത്, കോട്ടപ്പുറം തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അഭിജിത്ത്, കൂടാതെ മനക്കൊടി സ്വദേശിയായിട്ടുള്ള വിഷ്ണു, ഗിരീഷ് എന്നിങ്ങനെ 4 പേരെ കാണാതായിട്ടുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന പ്രവീൺ കൂടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന ആളുകൾ, അതായത് ICUവിൽ ചികിത്സയിലുണ്ടായിരുന്നത് 10 പേരാണ്. ഇനിയിപ്പോൾ 9 പേർ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രവീണിൻ്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇൻക്വസ്റ്റും ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ തന്നെ ഇപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെയും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്. കാരണം ആരാണ് മരിച്ചത് എന്നതിലൊരു വ്യക്തതയില്ല. കാരണം അതിലൊരു അവ്യക്തത തുടരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്, ഈ ശരീരാവശിഷ്ടങ്ങൾ ആരുടെയൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടതൊക്കെയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയുള്ള പരിശോധനകളും തുടരുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ വെന്റിലേറ്ററിൽ ഇതിൻ്റെ ലൈസൻസി കൂടിയായിട്ടുള്ള സതീഷുണ്ട്. സതീഷിന് ഏകദേശം 95%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട വിദഗ്ധമായ ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ മറ്റു 3 പേർ കൂടി ബേൺ ICUവിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ സാരമായി പൊള്ളലേറ്റ 5ഓളം പേരും ബേൺ ICUവിൽ തന്നെ തുടരുകയാണ്. കൂടാതെ 4 പേർ, പരിക്കേറ്റ 4 പേരും ഇവിടെ ആശുപത്രിയിൽ വാർഡുകളിലും തുടരുന്നുണ്ട്. അതായാലും ഒരു നാടിനെ നടുക്കിയ അതിദാരുണമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മുണ്ടക്കോട് ഉണ്ടായത്. വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി തന്നെ അവിടെ പടക്ക നിർമ്മാണശാലയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും അവിടെ നിന്ന് ഇത്ര നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ഏകദേശം 14ഓളം പേർക്ക് ജീവൻ നഷ്ടമാവുകയുമായിരുന്നു. ഇനി ഈ കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ അത് ആരുടെയൊക്കെയാണ് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. സങ്കടകരമായ വാർത്തയാണ് ആശുപത്രിയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്.